ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് 158 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പഠനോപകരണം വെച്ച് ചെയ്ത് കാണിക്കുകയാണ്. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ ബിലോ ഡോട്ട്സ് ആർ മാർക്ക്ഡ് 1 centimeter apart horizontally and vertically and some of these are joined to make squares. അതായത് ഇവിടെ ചുവടെയുള്ള ചിത്രത്തിൽ 1 സെന്റിമീറ്റർ ഇടവിട്ട് വിലങ്ങനെയും കുത്തനെയും ഒക്കെ കുത്തുകൾ ചിലത് യോജിപ്പിച്ചിട്ട് സമചതുരങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിൻ്റെയും. നമുക്ക് ഓരോ ചിത്രം എടുത്ത് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ നമുക്ക് ഈ ചിത്രം എടുക്കാം. ഈ ചിത്രം ഞാനിവിടെ ഒരു ജിയോ ബോർഡ് ഉണ്ട്, ജിയോ ബോർഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കത് നോക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തത് നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡിൽ ചെയ്യാം അല്ലേ? ഈ സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മട്ടത്രികോണത്തിന്റെ നമ്മൾ നോക്കിയാൽ മതി. ഈ മട്ടത്രികോണം നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ മട്ടത്രികോണം നോക്കിയാൽ പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും വശങ്ങൾ നിർണ്ണയിക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് കൂട്ടിയാൽ ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വശം എത്രയാ വരിക? നിങ്ങൾ നോക്കിയറിയാം, 2 സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പോൾ 2 സ്ക്വയർ കൂട്ടണം. 2 സെൻറ്റിമീറ്റർ വശമാകുമ്പോൾ പരപ്പളവ് 2 സ്ക്വയർ ആണ് വരിക, 2ആം കൃതി. ഇനി ഇവിടെ ആകുമ്പോഴോ 1 2 3 ആണ്, 3 സ്ക്വയർ. അതായത് 2 സ്ക്വയർ എത്രയാണ് കിട്ടുക? 4 കൂട്ടണം 3 സ്ക്വയർ എത്രയാണ് കിട്ടുക? 9. 9ഉം 4ഉം എത്രയാണ് കിട്ടുക? 13 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്ത്? ഈ സമചതുരത്തിൻ്റെ പരപ്പളവ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു മാർഗം കൂടിയുണ്ട്. നമുക്കറിയാം, ഇവിടെയും 4 മട്ടത്രികോണങ്ങളുണ്ട് അല്ലേ? അപ്പം ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടിട്ട് ഈ 4 മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് കുറച്ചാൽ മതി. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇവിടെ ഉള്ള ഈ മട്ടത്രികോണം, ഇവിടെ ഒരു മട്ടത്രികോണം വന്നു. ഇനി ഇവിടെയുണ്ട്, ഇനി ഏതാ ഉള്ളത്? ഇപ്പം നമുക്ക് ഒരു വലിയ സമചതുരം കിട്ടി. അപ്പം ഇതിൽ ഒരു മട്ടത്രികോണം, ഇവിടുത്തെ മട്ടത്രികോണം നോക്കുക. ആ മട്ടത്രികോണത്തിൻ്റെ അളവ് ഇവിടുന്ന് നമ്മൾ പറഞ്ഞു 1. അപ്പം 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ഗുണിക്കണം. ഇവിടെയോ 1 2 3 ആണ്. അപ്പം 2 × 3/2. ഈ 2 വെട്ടിപ്പോവും. അപ്പം 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു മട്ടത്രികോണത്തിൻ്റെ കിട്ടുന്നത്. അങ്ങനെ ആകെ എത്ര മട്ടത്രികോണം ഉണ്ട് ഇവിടെ? 4. അപ്പം 4 × 3 എത്രയാ വരിക? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണണം. വലിയ സമചതുരത്തിൻ്റെ ഒരു വശം നോക്കൂ, 1 2 3 4 5. അപ്പോൾ 5 ഗുണിക്കണം 5 = 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. അതിൽ നിന്ന് 25ൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ 4 മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് കുറയ്ക്കുക. അപ്പം 12 കുറയ്ക്കുക. 25ൽ നിന്ന് 2 പോയാൽ 23. 23ൽ നിന്ന് 10ഉം കൂടെ പോയാൽ എത്രയാ വരിക? 13 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇതുപോലെ എല്ലാം ചെയ്യാം. ഞാൻ 2 രീതിയും കാണിച്ചത് 2 രീതിയിലും നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ USSനൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാനുള്ളതും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത കണക്കിൽ ഞാൻ ഒരു രീതിയെ പറയുന്നുള്ളൂ, മറ്റേ രീതി നിങ്ങൾ സ്വയം ചിന്തിച്ച് കണ്ടെത്തുക. ഓക്കെ? അടുത്ത ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇങ്ങനെ ഒരു ചിത്രമാണ്. അപ്പം ഈ ഒരു ചിത്രം നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള മട്ടത്രികോണത്തിലേക്ക് നോക്കുക. ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മട്ടത്രികോണം. കണ്ടോ? ഇതിൻ്റെ ഈ വശം 1 ആണ്, ഈ വശം 1 ആണ്. അപ്പം ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാ വരിക?
1 സ്ക്വയർ കൂട്ടണം 1 സ്ക്വയർ അല്ലേ? അപ്പോൾ 1 സ്ക്വയർ എത്രയാ വരിക? 1 കൂട്ടണം 1 സമയം എത്രയാ വരിക? 2 സ്ക്വയർ സെന്റിമീറ്റർ ആണ് എന്ത്? ഈ സമചതുരത്തിന്റെ പരപ്പളവ്. മറ്റൊരു രീതിയും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നും കൂടെ പറയാണ്. ഇവിടെ ഒരു മട്ടത്രികോണം വരുന്നു, ഇവിടെയും ഒരു മട്ടത്രികോണം വരുന്നുണ്ട്, അപ്പോൾ ഇവിടെയും ഒരു മട്ടത്രികോണം വരുന്നുണ്ട്. നോക്കൂ, അപ്പം ഇവിടെ 2 വരിക. 2 × 2 എത്രയാ വരിക? 2 ഗുണിക്കണം 2 സമം 4 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി അതിൽ നിന്ന് ഇതിൻ്റെ കുറയ്ക്കണം. അപ്പം ഇതിൻ്റെ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 1 × 1 വശം. അപ്പോൾ 1 ഗുണിക്കണം 1/2 ആണ് ഒരു മട്ടത്രികോണത്തിൻ്റെ. ഇങ്ങനെ എത്ര മട്ടത്രികോണം ഉണ്ട്? 4. അപ്പം അര ഗുണിക്കണം 4. അര ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? എത്രയാ വരിക? 2. അപ്പം നേരത്തെ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 4 സ്ക്വയർ സെന്റിമീറ്റർ. അതിൽ നിന്ന് 2 സ്ക്വയർ സെന്റിമീറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നു? ആദ്യം കണ്ടെത്തിയ 2 സ്ക്വയർ സെന്റിമീറ്റർ തന്നെ കിട്ടുന്നു. ഓക്കെ ആയോ? എങ്കിൽ നമുക്ക് മൂന്നാമത്തത് നോക്കാം. ഇപ്പം നമ്മൾ ഇത് 2 ചെയ്തു കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇത് നോക്കാം. ഇത് ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം നമുക്ക് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് കാണണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു വശത്തുള്ള മട്ടത്രികോണം കണ്ടെത്തുകയാണ്. അപ്പം കണ്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം കർണത്തിൻ്റെ വശത്താണ് ഈ സമചതുരം വരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ളത് 1 സെന്റിമീറ്ററാണ്. ഇവിടെ 1 സെന്റിമീറ്റർ സമചതുരമാണ് വരിക. ഇനി ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ എന്താണ്? 1 സെന്റിമീറ്റർ വലിപ്പമുള്ള സമചതുരമാണ് വരിക. ഇവിടെ വരുന്നതോ നമുക്കറിയാം 1, 2 അല്ലേ? അപ്പോൾ ഇവിടെ 2 ഗുണിക്കണം 2 4 ചതുരശ്ര സെന്റിമീറ്റർ വലിപ്പം വരുന്ന സമചതുരം കിട്ടി. അപ്പൊ ഈ സമചതുരത്തിന്റെ പരപ്പളവും ഇതിന്റെ പരപ്പളവും കൂടെ കൂട്ടിയാൽ ഇത് കിട്ടും. അപ്പൊ നമുക്കറിയാം ഇവിടെ വന്നത് 1 ഗുണിക്കണം 1. 1 ഗുണിക്കണം 1 എത്രയാണ് വരിക? 1 ആണ് വരിക. 1 സ്ക്വയർ സമം 1 കൂട്ടണം ഈ 1നോട് കൂടെ കൂട്ടണം. ഏത് കൂട്ടണം? ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ 2 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടുക? 4. 1 കൂട്ടണം 4 സമം എത്രയാണ്? 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഒന്നും കൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആയല്ലോ? അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചോദ്യമാണ്. ഈ ഒരു ചോദ്യമാണ് ഇളം പച്ച കളറിൽ. നമുക്കൊന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു വശത്തെ മട്ടത്രികോണം അങ്ങോട്ട് ഉണ്ടാക്കാം. നോക്കാം, ഇവിടുത്തെ മട്ടത്രികോണം അങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പം ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടി. ഈ മട്ടത്രികോണം കിട്ടിയപ്പം ഇതിൻ്റെ 2 വശങ്ങൾ നോക്കാം. ഈ വശം എത്രയാണ്? 2. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. കൽബിനുള്ളിൽ വെച്ചോട്ടോ. ഇതോ 1 2 3 4. അപ്പൊ ഈ വശത്ത് ഉണ്ടാകുന്ന സമയം 4 സ്ക്വയർ. 4 4 16. നേരത്തെ കൽബിനുള്ളിൽ വെച്ചത് 4. 16 4 എത്രയാ വരിക? 20 ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് മട്ടത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ 4 ഗുണിക്കണം 2 8. 8ന്റെ പകുതി എത്രയാ? 4. അപ്പൊ അങ്ങനെ ഇവിടെ 4 വരുന്നുണ്ട്. 4 വശത്ത് 4 4 16 വരും. ഇനി ഇതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞത് നമുക്കറിയാം. ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഒരു വശം ഇവിടെ 1 2 3 4 5 6. 6 എത്ര വരുന്നു? 36. 36-ൽ നിന്ന് 16 കുറയ്ക്കാം. 36-ൽ നിന്ന് 6 പോയാൽ 30 വരും. 30-ൽ നിന്ന് 10 കൂടെ പോയാൽ 20. അപ്പം ഇതിൻ്റെ പരപ്പളവ് എത്രയാ പറഞ്ഞത്? 20 ചതുരശ്ര സെന്റിമീറ്റർ. ഇത് ഞാൻ മുഴുവൻ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്നും കൂടെ പറയാണ്. ഇതിൻ്റെ പരപ്പളവ് കാണാൻ ഇവിടെ ഉള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് 1 2 3 4. 4 സ്ക്വയർ 16. 2 സ്ക്വയർ 4. 16 4 20 ഇതിൻ്റെ പരപ്പളവ്. ഓക്കെ ആണല്ലോ? ഇപ്പം നിങ്ങൾക്ക് പേജ് നമ്പർ 158
തന്ന കണക്കുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് കൃത്യമായി ഓരോന്നും വരച്ച് ഓരോ ചിത്രത്തിൽ ഓരോന്ന് വരച്ചിട്ടാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. നിസ്സാരമെന്ന് കരുതി തള്ളിയിടാവുന്നതല്ല ഇത്. ചെയ്ത കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ഒന്നും നിങ്ങൾ പ്രവർത്തിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ജിയോ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല എളുപ്പമാണ്. അപ്പോൾ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.